പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 13ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സീക്വൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു നമ്പർ സീക്വൻസ് എഴുതാം. 10, 13, 16, 19 എക്സെട്ര. അപ്പോൾ ഈ നമ്പർ സീക്വൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഇതാണ്. 10ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 3 ആഡ് ചെയ്താണ് നമ്മൾ പോയേക്കുന്നത്. 10 + 3 13, 13 + 3 16, 16 + 3 19, ദെൻ 19 + 3 22. ഇങ്ങനെ അടുത്ത ഓരോന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഉള്ള സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ വീണ്ടും ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് നമ്മൾ അടുത്ത നമ്പേഴ്സ് എഴുതുക. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതിയേക്കുന്ന ഈ ഓരോ നമ്പേഴ്സിനെയും, അതായത് 10, 13, 16, 19 ഇങ്ങനെ എഴുതിയേക്കുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ ടേംസ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളതിനെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നു. ഇതിൽ ഓരോന്ന് എഴുതിയേക്കുന്നതിനെ നമ്മൾ ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇത് ആദ്യം എഴുതിയേക്കുന്നതിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയും, രണ്ടാമത് എഴുതിയേക്കുന്നതിനെ സെക്കൻഡ് ടേം എന്ന് പറയും, മൂന്നാമത് എഴുതിയേക്കുന്നതിനെ തേർഡ് ടേം, അങ്ങനെയാണ് പോകുന്നത്. ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, അങ്ങനെ. അതായത് മലയാളത്തിൽ ഇപ്പം 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം, അങ്ങനെ. ഇപ്പോൾ ഈ തന്നേക്കുന്ന സീക്വൻസിൽ അല്ലെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളിപ്പം 13 - 10 ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടുന്നത്. ദെൻ 16 - 13 ചെയ്യുമ്പോഴും നമുക്ക് 3 ആണ്. അതായത് അടുത്തടുത്തുള്ള ഈ നമ്പേഴ്സിനെ നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ, അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാലും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാലും നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രണ്ടിലോട്ട് ഫോർത്ത് ടേമിൽ നിന്ന് തേർഡ് ടൈം കുറച്ചാലും ഒക്കെ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? സെയിം നമ്പേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന നമ്പേഴ്സിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്, അതായത് പൊതു വ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കുറേ സീക്വൻസും അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, എന്താണ് ആഡ് ചെയ്തേക്കുന്നത് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് 2, 4, 6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈവൻ നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞ് പഠിച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2ലാണ് തുടങ്ങിയേക്കുന്നത്, എന്നിട്ട് വീണ്ടും 2 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. മൂന്നാമത് എഴുതിയേക്കുന്ന സീക്വൻസ് ഹാഫ്, 1, 1½ എക്സെട്ര ആണ്. ഇത് ഹാഫിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, എന്നിട്ട് വീണ്ടും ഹാഫ് നമ്മൾ ആഡ് ചെയ്തേക്കുവാണ്. അരയിൽ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും അര കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. അടുത്തത് 360, 360, 360 എക്സെട്ര. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം സെയിം ആണ്. അതായത് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് നമ്മൾ 0 ആണ്. അപ്പം നമ്മുടെ ടേമിൽ ഇപ്പോൾ പറയുവാണെങ്കിൽ കോമൺ ഡിഫറൻസ് 0 ആണ് വന്നേക്കുന്നത്, പൊതുവ്യത്യാസം 0. അടുത്തത് 95, 90, 85 ആണ്. അത് നമ്മൾ കുറഞ്ഞു വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ 95ൽ തുടങ്ങി വീണ്ടും -5 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. അതായത് നമ്മൾ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ -5 5 കുറച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഈ -5 ആണ്, -5 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിംഗ് 1 നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിയെ സമാന്തര ശ്രേണി എന്നാണ് പറയുന്നത്. ഇനി നമ്പേഴ്സ് ഇൻ എ സീക്വൻസ് ആർ കോൾഡ് ദ ടേംസ് ഓഫ് ദ സീക്വൻസ്. അതിലെ നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് ടേംസ് എന്നാണ്. ഒരു ശ്രേണിയിലെ സംഖ്യകളെ നമ്മൾ പൊതുവെ ശ്രേണിയിലെ പദങ്ങൾ എന്നാണ് പറയുന്നത്. The number got by subtracting the previous term from any term is called the common difference of the arithmetic sequence. ഏത് പദത്തിൽ നിന്നും തൊട്ടു പിന്നിലുള്ള പദം കുറച്ച് കിട്ടുന്ന സംഖ്യയെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ട് ഈ രീതിയിലുള്ള സെൻറ്റൻസുകൾ, ഈ രീതിയിലുള്ള ഡെഫിനിഷൻസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പേജ് 13ലെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സീക്വൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ സീക്വൻസ് എഴുതണം. ആദ്യം സീക്വൻസ് എഴുതിയിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനും, ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എഴുതാനുമായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ കുറേ ശ്രേണികൾ തന്നിട്ടുണ്ട്. ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി സമാന്തര ശ്രേണി ആണെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണെന്നും എഴുതണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്.
നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കിവിടെ റിമൈൻഡർ 1 ആണ്, 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ശിഷ്ടം 1 ആണ്, നമുക്ക് 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പഠിച്ചത്? ആദ്യം 1 എഴുതണം, അതായത് റിമൈൻഡർ എഴുതണം. അത് കഴിഞ്ഞിട്ട് 4 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് 4 കൂട്ടി എഴുതുക. അപ്പോൾ 1ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 5, 5ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 9, ദെൻ 13 എക്സെട്ര. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താ? 1ലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, നമ്മൾ എന്നിട്ട് 4 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണി ആണ്. ഇനി സമാന്തര ശ്രേണി ആണെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് എങ്ങനെ വേണേലും തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്യാം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ 5 - 1 = 4. അപ്പോൾ ഇവിടെ 4 ആണ് കോമൺ ഡിഫറൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസും ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഹരിക്കുമ്പം 1 വരണം, 2 വരണം അതിൻ്റെ റിമൈൻഡറായിട്ട്. അതായത് 1 വരുന്ന സംഖ്യകളും വേണം, 2 റിമൈൻഡർ വരുന്ന സംഖ്യകളും നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് 1 വരുന്നത് നമ്മളിവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി 2 വരുന്ന ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? 2ൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? എന്നിട്ട് 4 കൂട്ടി അങ്ങ് എഴുതുക. ഓക്കെ. അപ്പോൾ 2ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 6, 6ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 10, 10ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 14, ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ചോദ്യം അനുസരിച്ചുള്ള ശ്രേണി കിട്ടും. അപ്പോൾ 1, 2, 5 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ്, ചെറുത് തൊട്ട് വലുത് വരെ അങ്ങനെയാണ് എഴുതുന്നത്. 9, 10 എക്സെട്ര. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഒരേ നമ്പറാണോ നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്? അല്ല. ഇവിടെ നമ്മൾ ആദ്യം 1 ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ 3 ആഡ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ പൊതുവ്യത്യാസം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാം പദത്തിൽ നിന്ന് 1-ാം പദം കുറയ്ക്കുമ്പം 1, ദെൻ നമ്മുടെ തേർഡ് ടേമിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ടേം കുറയ്ക്കുമ്പം 3, രണ്ടും വേറെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല എന്ന് കിട്ടും. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇത് അല്ല. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതായിരുന്നു, ആ സീക്വൻസ് എഴുതിയതായിരുന്നു. അപ്പോൾ എന്തായിരുന്നു? 1, അതായത് 1ൻ്റെ വർഗ്ഗം 1 ആണ്. ദെൻ 2ൻ്റെ വർഗ്ഗം 4, 2 സ്ക്വയർ 4, ദെൻ 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 എക്സെട്ര. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് പോലെ നോക്കുവാണെങ്കിൽ 4 - 1 = 3 ആണ് വരുന്നത്. 9 - 4 = 5. ഡിഫറൻ്റ് ആണ് വന്നേക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ 3 ആണ് കൂട്ടിയേക്കുന്നത്, അടുത്ത് ഇവിടെ 5 ആണ് കൂട്ടിയേക്കുന്നത്, ഡിഫറൻ്റ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. ഇപ്പോൾ റെസിപ്രോക്കൽ നമുക്ക് നാച്ചുറൽ നമ്പർ 1, 2, 3 എക്സെട്ര ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം 1, 1/2, 1/3. ആദ്യത്തെ 1/1, 1/1 എന്നുള്ളത് 1 തന്നെയാണ്, അതുകൊണ്ടാണ് 1 എന്ന് എഴുതിയിരുന്നത്. അപ്പോൾ 1/2, ദെൻ 1/3, 1/4, 1/5 എക്സെട്ര. ഇതാണ് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കുറച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഹാഫ് -1 ചെയ്യുമ്പോൾ നമുക്ക് -1/2 എന്ന് കിട്ടും. ഇനി അടുത്തത് 1/3 - 1/2 നമ്മൾ ചെയ്യണം. അതായത് നമ്മൾ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം ഒന്ന് കുറച്ച് നോക്കാം ഒരേപോലെ കിട്ടുമോ എന്നറിയാനായിട്ട്. അപ്പോൾ 1/3 - 1/2 ഇപ്പോൾ ഫ്രാക്ഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എങ്ങനെയാക്കണം? സെയിം ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ നമ്മൾ ഇത് 3യുടെ മൾട്ടിപ്പിൾസിൽ 2 ഇല്ല, 2ൻ്റെ മൾട്ടിപ്പിൾ 3യും ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3 × 2 ചെയ്യണം, ഇവിടെ 2 × 3. ഇനി നമ്മൾ ഒരു ഫ്രാക്ഷനിൽ നമ്മൾ താഴെ ഡിനോമിനേറ്ററിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നമ്പർ തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അതുപോലെ തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്. 2/6 - 3/6. ഇപ്പോൾ ഇവിടെ മേളത്തെ ഇനി കുറച്ചാൽ മതി, സാധാരണ രീതിയിൽ കുറയ്ക്കുക. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ വരും. അപ്പോൾ 2 - 3 എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. സോ -1/6. ഇനി ഇത് അങ്ങനെ അല്ലാതെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയും ചെയ്യാം. അതായത് 1/3 - 1/2 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2
2 മൈനസ് 1 ഇൻറ്റു 3 3/3 ഇൻറ്റു 2 6. അങ്ങനെ നമുക്ക് ചെയ്യാം എളുപ്പമെന്ന്. ക്രോസ് മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ആദ്യം -½ ആണ് കൂട്ടിയേക്കുന്നത്, അടുത്തത് -1/6 ആണ് കൂട്ടിയേക്കുന്നത് അല്ലേ. അതായത് ഇവിടെ പൊതുവ്യത്യാസം ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുവ്യത്യാസം ഡിഫറൻ്റ് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. അപ്പോൾ ഇത് സമാന്തര ശ്രേണി അല്ല. അടുത്ത പവേഴ്സ് ഓഫ് 2, 2ൻ്റെ കൃതികൾ, അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. പവേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 2 വരും, ദെൻ 2^2 വരും, ദെൻ 2^3 വരും, എക്സെട്ര. അതായത് 2^2 എന്ന് പറയുമ്പം 4, 2^3 എന്ന് പറയുമ്പം 8, എക്സെട്ര. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന എന്താ, ഇവിടെ +2 ആണ് ചെയ്തേക്കുന്നത് അല്ലേ. ദെൻ ഇവിടെയോ +4 ആണ് ചെയ്തേക്കുന്നത്. എന്നാലല്ലേ നമുക്ക് അടുത്ത 8 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. ഇതും അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ പകുതി. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? 1, 3, 5, 7, എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1/2, 3/2, 5/2, 7/2. ഓക്കെ. അപ്പോൾ ഇവിടെ 3/2, ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണേ. അപ്പോൾ 3/2 - 1/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 3 - 1 2, 2/2 1. ദെൻ 5/2 - 3/2 ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് 2/2 1. 7/2 - 5/2 ചെയ്യുമ്പം അവിടെയും നമുക്ക് 2/2 ആണ് വരുന്നത് 1. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ശ്രേണി തന്നിട്ട് അല്ലെങ്കിൽ ഒരു സീക്വൻസ് തന്നിട്ട് നമ്മളോട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ടേമിൽ നിന്ന്, അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കുക, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ച് നോക്കുക, അങ്ങനെ കുറച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരേപോലത്തെ നമ്പർ വരുവാണെങ്കിൽ, അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി അത് ഡിഫറൻ്റ് ആയിട്ടാണ്, ഈ നമ്മൾ കുറയ്ക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക ഒരേ നമ്പർ തന്നെയാണോ കൂട്ടി എഴുതിയേക്കുന്നത്. ഇനി അങ്ങനെയല്ല, ഒരേ നമ്പർ അല്ല കൂട്ടി എഴുതിയേക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഒരേ നമ്പർ തന്നെയാണ് കൂട്ടി എഴുതിയേക്കുന്നതെങ്കിലോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സീ ദീസ് പിക്ചേഴ്സ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? If we continue the pattern of pictures, are the sequence above arithmetic sequences? ഓരോ ചതുരത്തിലും എത്ര ചെറിയ ചതുരങ്ങളുണ്ട്, എത്ര വലിയ സമചതുരങ്ങളുണ്ട്, ആകെ എത്ര സമചതുരങ്ങളുണ്ട്, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത് ചോദിച്ചേക്കുന്ന ഇതാണ്, ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, ഓരോ പിക്ചറിലും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്, ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2 രണ്ടെണ്ണം ഉണ്ടല്ലേ. ഓക്കെ, 2. രണ്ടാമത്തെ പിക്ചറിലോ 4 എണ്ണം വരുന്നുണ്ട്. 1, 2, 3, 4. ചെറുതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, സ്മോൾ സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ 6 എണ്ണം വരുന്നുണ്ട്, അടുത്തതിൽ 8 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം 2 കൂട്ടി എഴുതിയേക്കുന്നല്ലേ. അതുകൊണ്ട് എന്താണിത്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇത് സമാന്തര ശ്രേണിയാണ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ ലാർജ് സ്ക്വയർ ഇല്ല, അതുകൊണ്ട് നമുക്ക് 0 എന്ന് എഴുതാം. അടുത്തതിൽ ഈ ഒരെണ്ണം ഉണ്ട് വലുത്, അതുകൊണ്ട് 1 എന്ന് എഴുതാം. അടുത്തതിൽ 2 എണ്ണം നമുക്ക് കാണാനായിട്ട് പറ്റും, അതായത് 1 ഇതും പിന്നെ 1 ഇതും, ഇതാണ്. അങ്ങനെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2. അടുത്തതിൽ നമുക്ക് 3 എണ്ണം കാണാനായിട്ട് പറ്റും. 1 ഇത് വരുന്നുണ്ട്, പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്തത് വരുന്നുണ്ട്, പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും 0-ൽ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 1 കൂട്ടി എഴുതിയേക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇതും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അപ്പോൾ ഇതിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തേൽ എഴുതിയേക്കുന്നതിൽ 2 ആണ്, രണ്ടാമത് എഴുതിയേക്കുന്നതിൽ 1. ഓക്കെ. മൂന്നാമത്തെ ചോദിച്ചേക്കുന്ന ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? ആകെ എത്ര സമചതുരങ്ങളുണ്ടെന്നാണ്, അതായത് മൊത്തം എത്രയുണ്ടെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അതിപ്പോൾ നമുക്കിത് ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തേൽ 2 എണ്ണം ഉണ്ട്, ചെറുതും വലുതും കൂടെ ചേർത്ത് 2 എണ്ണമാണ്. അടുത്തതിൽ ചെറുതും വലുതും കൂടെ ചേർത്ത് 5 എണ്ണം ഉണ്ട്, അതായത് കൂട്ടി എഴുതുക. 4, 1, 5. ഇനി 6, 2, 8. അങ്ങനെ കൂട്ടി എഴുതിയാൽ മതി. അതായത് ചെറുതും വലുതും കൂടെ ആ എണ്ണങ്ങളല്ലേ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, അതങ്ങ് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് ആ സീക്വൻസ് കിട്ടും. ഓക്കെ.
അപ്പോൾ ഇവിടെ നോക്കിയേ, 2 തുടങ്ങിയേക്കുന്നത്. 2ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 5 വരും. 5ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 8 വരും. 8ൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 11 വരുന്നത്. അതായത് ഇതും എന്ത് തന്നെയാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇതിലൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്നും അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന ഇതാണ്, സീക്വൻസ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇവിടെ നമ്മൾ വരച്ചേക്കുന്ന ഈ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഹൈറ്റ് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നാണ് തെളിയിക്കണം. നമ്മളിവിടെ വരച്ചേക്കുന്ന ലംബങ്ങളുടെ ഉയരങ്ങൾ ഒരു സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിൻഡ് പറഞ്ഞേക്ക് നോക്കുക. ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. അതായത് ഓരോ പെർപെൻഡിക്കുലറിൽ നിന്നും നമ്മൾ അടുത്ത പെർപെൻഡിക്കുലറിലേക്ക് എന്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്? പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പം നമുക്കിതുപോലെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് അവിടെ കിട്ടും. ഇനി പറഞ്ഞിട്ടുണ്ട് ഇത് ഈക്വലി സ്പേസ്ഡ് ആണ്. അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ ലെങ്ത് എങ്കിൽ ഇവിടെയും എക്സ് തന്നെയായിരിക്കും, ഇവിടെയും എക്സ് തന്നെയായിരിക്കും, ഇവിടെയും എക്സ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. കാരണം നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരും അല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് എക്സും എക്സ്, ഇതും എക്സ് തന്നെ കിട്ടും. ഇനി ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കാരണം എന്താ, നമുക്കിവിടെ ഇതെല്ലാം പെർപെൻഡിക്കുലർ ആണ്. സോ ഇതെല്ലാം 90 ഡിഗ്രിയാണ് വരുന്നത്. ഇനി നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ്, നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അതിങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് ഇതെല്ലാം എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. സോ നമ്മളിവിടെ കിട്ടിയേക്കുന്ന ഇതാണ്, ഒരു സൈഡും അതിലെ 2 ആംഗിൾസും സെയിം ആയിട്ടാണ് കിട്ടിയേക്കുന്ന എല്ലാ ട്രയാങ്കിളിലും. അതുകൊണ്ട് ഈ ട്രയാങ്കിൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്ന എല്ലാ ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓൾ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പോൾ എല്ലാ ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. സപ്പോസ് ഈ ആദ്യം വരച്ചേക്കുന്നതിന് നമ്മളിപ്പോൾ അവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ ഇത് എ എന്ന് കൊടുക്കുക, ഇത് ബി, ദെൻ ഇത് സി, ഇത് ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ഈ ട്രയാങ്കിൾസ് എല്ലാം എന്താണ്? ഈക്വലാണ് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കുമല്ലോ, സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്ന ഇവിടെ ഇതിന് എച്ച് എന്ന് കൊടുക്കുക. ഇവിടെയും എച്ച് ആയിരിക്കും ഹൈറ്റ് വരുന്നത്, ഇതും എച്ച് ആണ് ഹൈറ്റ് വരുന്നത്, ഇവിടെയും എച്ച് ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ആദ്യം എഴുതിയേക്കുന്നത് ഈ എ ബി തന്നെയല്ലേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്നും പറയുന്നത് അല്ലേ. സി ഡിയുടെ ശരിക്കും സി ഡി എന്ന് പറയുന്നത് അവിടുത്തെ സി ഡി രണ്ടാമത് വരച്ചേക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എ ബിയുടെ കൂടെ നമ്മൾ എച്ച് കൂട്ടിയേക്കുന്നതാണ്. സി ഡി എന്ന് പറയുന്നത് എ ബിയുടെ കൂടെ എച്ച് കൂട്ടിയേക്കുന്നതാണ്. ഇനി ഇ എഫ് എന്ന് പറയുന്നത്, അതായത് മൂന്നാമത് വരച്ചേക്കുന്ന ഇ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സി ഡി, അതായത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. അപ്പം സി ഡി, ഈ സി ഡിയുടെ കൂടെ നമ്മൾ എന്ത് കൂട്ടിയേക്കുന്നതാണ്? എച്ച് കൂട്ടിയേക്കുന്നതാണ്. ദെൻ ജി എച്ച് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ ഈ ഒരു ഹൈറ്റ്, അതായത് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നതും ഇ എഫ് എന്ന് പറയുന്നതും സെയിം ആണ്. സോ ഇ എഫ് പ്ലസ് എച്ച് ആണ്. ദെൻ ഐ ജെ എന്ന് പറയുന്നത് നമ്മുടെ ജി എച്ചിൻ്റെ കൂടെ എച്ച് കൂട്ടിയേക്കുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹൈറ്റിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എ ബി എഴുതാം, ദെൻ സി ഡി എഴുതാം, ദെൻ ഇ എഫ് എഴുതാം, ദെൻ ജി എച്ച്, ഇങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എ ബി എന്ന് തന്നെ എഴുതി. രണ്ടാമത് സി ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ബിയുടെ കൂടെ എച്ച് കൂട്ടുന്നത്. ദെൻ ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഡിയുടെ കൂടെ എച്ച് കൂട്ടുന്നത്. ദെൻ ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇ എഫിൻ്റെ കൂടെ എച്ച് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയല്ലേ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് തൊട്ട് മുമ്പുള്ള നമ്പറിൻ്റെ കൂടെ നമ്മൾ എച്ച് കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. അതുകൊണ്ട് എന്ത് പറയാം? ഈ തന്നേക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.